തീപ്പൊരി സിജോ ഒരു സാധനം കാണിക്കട്ടെ. അവിടെ ഉടുപ്പിടാ. തീപ്പൊരിക്ക് ഹായ്. ഹലോ. ഓ സിജു ചേട്ടൻ നല്ല കുട്ടിയായിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നോട്ടോ. സിജു ചേട്ടാ എല്ലാവർക്കും ഒരു ഹായ് പറയാമോ? എല്ലാവർക്കും ഹായ്. സിജു ചേട്ടാ ഇതില് നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത് അർജുന്റെ ഫാൻസ് മീറ്റിലാണ്. ഇതില് സിജു ചേട്ടനും ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് സിജു ചേട്ടന് അർജുനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. അർജുനോട് 50 ദിവസത്തെ മാറ്റാണ് ചോദിക്കണ്ട. ഞങ്ങള് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത. അയ്യോ. എന്നാലും ഇപ്പൊ ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞാല് സിജു ചേട്ടൻ എന്ത് ചോദിക്കും? മറ്റേ സംസാരിക്കാൻ പറ്റാത്തതല്ല കേട്ടോ. അല്ല. നീ സമന്താക്കാനെ പോയിട്ട് എത്ര തവണയാണ് അവിടെ ഉമ്മ വെച്ചത്? പവർ റൂമിലെ സമന്താക്കാൻ നീ എത്ര തവണ രാത്രി പോയി ഉമ്മ വെച്ചു? പറ. അത് ആർക്കും അറിയത്തില്ലല്ലോ, അത് മിക്കവർക്കും അറിയത്തില്ല. അവിടെ പവർ റൂമിൽ സമന്താക്കാരുടെ ഫോട്ടോ ഇങ്ങനെ ആ സമന്താക്കാടെ ഫോട്ടോയില് ഒരു പൊട്ടൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഒരു തരി തെറ്റാണ്ട് കറക്റ്റ് ആയിട്ട് അത് നെറ്റി എവിടെ, ചുണ്ടവിടെ, കണ്ണെവിടെ, മൂക്കെവിടെ എന്ന് ഇവനെ പോലെ വേറെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് പറഞ്ഞത് പവർ റൂമിലുള്ള സമന്താക്കാരുടെ ഫോട്ടോയിൽ പോയിട്ട് ഇവൻ എല്ലാ ദിവസവും ഉമ്മ വെക്കുവാനെന്നാ പറഞ്ഞത്. എത്രയാണ് ഉമ്മ വെച്ചിട്ട്? ഇതിന് ആൻസർ അത് ആക്ച്വലി ഞാൻ പവർ റൂമിൽ കയറുമ്പോൾ ക്യാപ്റ്റനെ കയറി സാമന്തയുടെ ഫോട്ടോ ഞാൻ കൊണ്ട് പൊട്ടുണ്ട് ഇടക്കിടക്ക് കുത്തി. ഇപ്പൊ മഴ സ്കീ ഇരിക്കുന്ന സാമന്തക്ക് ഇപ്പോഴും ഇവിടെ പൊട്ടുണ്ട്. ഞാൻ വരുമ്പോ വരെ ഞാൻ കുത്തിയ പൊട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ അർജുൻ കുത്തിയ പൊട്ട് ഇതുവരെ ആരും അഴിച്ചു കളഞ്ഞിട്ടില്ല. ഇല്ല, അവിടെ തന്നെ ഇരിപ്പുണ്ടത്. അപ്പൊ സിജു ചേട്ടാ നമ്മളിവിടെ ഭാവി അർജുന്റെ വധുവിനെ നമ്മളിവിടെ വരപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് സമന്തയ്ക്ക് എന്തേലും വല്ല സാമ്യം ഉണ്ടോന്ന് ഒന്ന് നോക്കിട്ട് പറഞ്ഞേ. ഇതാണ് ആ ഫോട്ടോ. ഇവന്റെ മനസ്സിൽ മൊത്തം സമന്തൊക്കെ ആയതുകൊണ്ട് സമന്തൊക്കെയായിട്ട് ചെറിയ സാമ്യങ്ങളൊക്കെ ഉണ്ട്. സാമ്യമൊക്കെ ഉണ്ടല്ലേ? ആ സാരിയാ ഉടുത്തിരിക്കുന്നേ കണ്ടോ? സാരി ഉണ്ട്, ഒരുപാട് മുടി. ഇവന്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണോ? ഇവിടെ ഇരുന്നിട്ടേ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീപ്പൊരി എന്നൊക്കെ പറഞ്ഞിട്ട് സിജു ചേട്ടനെ ഭയങ്കരമായിട്ട് ട്രോളുന്നുണ്ടായിരുന്നു. എന്തേലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇപ്പൊ തന്നെ പറഞ്ഞോ. ഇല്ല അവനാകുമ്പോ കുഴപ്പമില്ല. അവന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് തന്നെ അർജുൻ സ്കീ കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ സിജു ചേട്ടന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് തീപ്പൊരി സിജു എന്നാണ്. അതെ, ഞാൻ കണ്ടു. അല്ല, അപ്പൊ ഇവൻ ആദ്യം എനിക്ക് പറഞ്ഞത് 50 ദിവസം കഴിഞ്ഞ് അവൻ കത്തി കീറുന്ന എനിക്ക് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ആദ്യം സേവ് ചെയ്ത് അർജുൻ 50 പൊളിക്കുന്നാണ്. പിന്നെ മാറ്റിയിട്ട് ഞാൻ അർജുൻ സ്കീ മൂല അർജുൻ സ്കീ മൂല അങ്ങനെയാണ്. സ്കീ മൂല നല്ല പേരുകളാ. പറഞ്ഞത് നല്ല കാര്യാട്ടോ. അതായത് ഇപ്പൊ ലാൽ സാറിന്റെ കൈ പിടിച്ച് ആ സ്റ്റേജിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ജിൻഡോ ചേട്ടനും അർജുനും അല്ലാതെ വേറെ ആരെയാണോ ഓപ്റ്റ് ചെയ്യാന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ തീപ്പൊരി സിജോയുടെ പേരായിരുന്നു പറഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു.